പ്രിയമുള്ളവരെ, അതിരപ്പള്ളിയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള യാത്രയാണ്. ഞാനും എൻ്റെ സൗഹൃദവും കുട്ടിക്കാലം മുതൽ സമീപവാസിയായും പഠിക്കുന്ന സ്കൂളിൻ്റെ മുൻപിൽ ഒരു അത്താഴമൂട്ടുവാൻ അല്ലെങ്കിൽ ഒരു ഉച്ചയൂണൊരുക്കുവാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബവും സാധാരണക്കാരുടെ പറുദീസിയായ സ്നേഹത്തിൽ വീട് കെട്ടിയ ഒരു മനുഷ്യൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ്. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ആണ് ഇപ്രാവശ്യത്തെ ഈ യാത്ര. തികച്ചും യാദൃച്ഛികമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്ര കൊച്ചു വീഡിയോ, ഈ റോഡിന് ഇരുവശവുമുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാനായുള്ള ഞങ്ങളുടെ കൊച്ചു വീഡിയോ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ ആദ്യമായി ഒരു മാതാ ജെറ്റ് എന്ന ബസ്സാണ്, ചാലക്കുടിക്കുള്ള ബസ്സാണ് കടന്നു വരുന്നത്. ഇരുവശവും വനം തന്നെ പറയേണ്ടി വരും. ഇരുവശവും ഇപ്പോൾ സമയം 6:05 6 മണി കഴിഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടികളൊന്നും വാൽപ്പാറയ്ക്ക് കടത്തി വിടില്ല. വിജനമായ ഇടം. ഒരു പക്ഷേ ആന ഞങ്ങളെയും ആക്രമിച്ചേക്കാം. ഇത് കണ്ടോ, ഇത് ആനയെ പേടിക്കേണ്ട സ്ഥലമാണ്. വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോണാണ്. അപ്പോൾ ഇത്തരം ഒരു വഴിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ്. അപ്പോൾ ഇതൊരു പാലാണ്. ഈ പാലത്ത് ഒറ്റ വണ്ടിക്കേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പതിയെ തിരിക്കുകയാണ്. പതിയെ തിരിച്ച് സൈഡാക്കി നമ്മുടെ ആനവണ്ടിക്ക് സ്ഥലം കൊടുക്കാൻ ഞങ്ങളൊരു വഴക്കിനോ ഒന്നിനും പോകുന്നില്ല. നമ്മൾ കറക്റ്റാണ്, നമുക്ക് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങളിവിടെ വഴി കൊടുത്തു. ആനവണ്ടി പോകുന്നു. ആനവണ്ടി പോയ ശേഷം വഴിയിലൊരു മാനുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ആനയുണ്ട്. അപ്പോൾ വളരെ പതുക്കെ പോയാൽ നമുക്കവരെ കാണാം. ഇതൊക്കെ കേരളത്തിൻ്റെ സംഭാവനകളാണ്. കേരളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മരുഭൂമി ആവേണ്ട സംസ്ഥാനമല്ല, അല്ലെങ്കിൽ മരുഭൂമി ആവേണ്ട ഇടമല്ല. കേരളത്തിൻ്റെ വനസമ്പത്തും കേരളത്തിൻ്റെ മലകളും ഹിമവൻ ശൈലങ്ങളും എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പണ്ട് പഠിച്ചു. ജി ശങ്കർ വർണ്ണിച്ചിട്ടുള്ള ഒരുപാട് കവിതകളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സഹ്യപർവ്വതം, ഇതെല്ലാം ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് കേരളമായി തന്നെ തുടരും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഈ വനം നമുക്ക് കാണിച്ചു തരുന്നത്. നോക്കൂ, ഇരുവശത്തുമുള്ള വനങ്ങൾ, ഇല്ല വന്യമൃഗങ്ങൾ. ഇവരെയൊന്നും ഉപദ്രവിക്കാതിരുന്നാൽ അവർ നമ്മളെ ഉപദ്രവിക്കില്ല. ഇവരെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് അവരൊക്കെ നമ്മളെ ഉപദ്രവിക്കുക. എന്ത് മനോഹരമായ സ്ഥലമാണ് അല്ലേ! മനസ്സിൻ്റെ ഉള്ളിലെ എത്ര ക്രൂരമായ ഒരു മനുഷ്യൻ്റെ മനസ്സിലും വളരെ ഈ പ്രകൃതിയോട് ഇതൊക്കെ പച്ചപ്പും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സൊക്കെ വളരെ തളിർക്കുകയും ഒരു വലിയൊരു ശാന്തമായൊരു അന്തരീക്ഷം സ്വയം രൂപപ്പെടുകയും ചെയ്യുന്നു. അതൊക്കെ ഈ പ്രകൃതി നമുക്ക് തരുന്ന സംഭാവനയാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിലെ അരുവി പോലെയുള്ള വെള്ളച്ചാട്ടം അവിടെ കഴിഞ്ഞു, പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. അതിലുള്ള കുളികൾ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇവിടുത്തെ ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ മയിൽ കടന്നുപോയി ഏത് നിമിഷവും ആനയുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിപ്പെടാം. ഞങ്ങൾ പ്രാർത്ഥിക്കണം. 2:40 കഴിഞ്ഞ മധ്യവയസ്കരാണ്. പ്രാരാബ്ദങ്ങളും ഒക്കെ പ്രതീക്ഷകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ യാത്ര ഇതെല്ലാം ഒരു 2 പേരും പ്രവാസികളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിൽ ഞങ്ങളുടെ പലതും ഷെയർ ചെയ്ത് കടന്നു പോകുന്ന ഒരു യാത്ര. ഈ യാത്രയ്ക്കൊരു മധുരം നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അതുപോലെയുള്ളൊരു മധുരം എപ്പോഴും കഴിയുന്നതുമല്ല, എല്ലായ്പ്പോഴും കഴിയുന്നില്ല. ഒരുപാട് ഇടവേള എന്ന് പറയുന്നത് ഏകദേശം വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ. ഒരു 10 വർഷമെങ്കിലും. ഞാൻ ഗൾഫിൽ പോയി. കാട്ടുപോത്തല്ല, ഇത് നാടൻ പോത്ത് തന്നെയാണ്. അവൻ പറയണതാണ് ഓരോന്നും. മയിലിനെ കണ്ടോളൂ, മയിലതാ വഴിയിലതാ മയിൽ. ഇപ്പം നിത്യസംഭവമാണ്. എന്നാലും മയിലുണ്ട്. അടിപൊളി. നമുക്ക് വേണ്ടി ഒരു മയിൽ റോട്ടിലൂടെ വന്ന ഫീലാണ് നമുക്ക് തോന്നിയിട്ടുള്ള. മയിൽ കണ്ട നീലപ്പീലി വിടർത്തി നമ്മൾ നമ്മളിങ്ങനെ ആയി വാ
അയവ പീലി നിവർത്തുമോ നോക്കാം. പെടയാണ്, പീലി നിവർത്താൻ സാധ്യതയില്ല. എങ്കിലും ആ ഒരു സൗന്ദര്യം നമുക്ക് യാത്ര തുടരാം. കാടു പോയാൽ നാടു പോകും, നാടു പോയാൽ നാട്ടാരും പോകും. വാഴച്ചാൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. വാഴച്ചാൽ അതിർത്തിയിലുള്ള വനപ്രദേശത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതും അതിൻ്റെ പുറകിൽ മിക്കവാറും ആനകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റോഡുകൾ അത്ര വീതിയുള്ളതല്ല, റോഡുകൾക്ക് വീതി തീരെ കുറവാണ്. തീർച്ചയായും വനപ്രദേശങ്ങളിൽ വലിയ റോഡ് കെട്ടുക എന്ന് പറയുന്നത് തീർച്ചയായും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി വരുമ്പോഴുള്ള അപര്യാപ്തതകളുണ്ട്. എങ്കിലും തെറ്റില്ലാത്തൊരു വഴി, നല്ലൊരു വഴിയുണ്ട്. ഉള്ള വഴി നല്ല വഴിയാണ്. അപ്പോൾ ഇരുവശങ്ങളും കൊടും വനങ്ങളെന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചോളം അതൊരു ഇതല്ലെങ്കിൽ കൂടിയും പലർക്കും ഇതൊക്കെ ടൗൺ ബേസിൽ ജീവിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ സുന്ദരാനുഭവമാണ്. ശരിക്കും ഈ കാടുകളൊക്കെ കാണുക. ചിലപ്പോൾ പലരും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവുള്ളൂ കേരളത്തെക്കുറിച്ചൊക്കെ. കേരളത്തിൽ നിന്ന് പുറത്തുള്ളവർക്കൊക്കെ ഇതൊരു വലിയൊരു ഭംഗിയാണ്. അതുപോലെ ടൗണ്, ഇപ്പോൾ കൊച്ചി ടൗണിൽ താമസിക്കുന്നവർ, തിരുവനന്തപുരം ടൗണിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ വനം ഒക്കെ ഭയങ്കര സംഭവമായിരിക്കും. ഞങ്ങൾ പിന്നെ വനത്തിലായതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ വിഷയമില്ല. നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊന്നും നഷ്ടപ്പെടുത്താതെ ഈ വനപ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇത് നിന്ന് പോയാൽ ഇത് മരുപ്രദേശമാവും, അല്ലെങ്കിൽ കേരളം ഒരു മരുഭൂമിയാവും. മരുഭൂമി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഈ സംസ്കാരം തന്നെ കേരളത്തിന് മാറിപ്പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാഴ്ച പോലും, അല്ലെങ്കിൽ അവധികൾ ഈ ഈറ്റക്കാട്ടിൽ ആന വരാൻ സാധ്യതയുണ്ട്. ഈറ്റക്കാട്ടിൽ ചാക്കോച്ചി കേട്ടില്ലേ നമ്മുടെ ലേലം സിനിമയിലൊക്കെ? അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. സ്പിറ്റ് കടത്തുന്ന വില്ലന്മാർ ഈ വഴി കൂടെ സ്പിറ്റ് കടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഇരുവശവും വനങ്ങളാണ്. തേക്ക്, നല്ല വലിയ തേക്കുകളുണ്ട്, പാഴ്മരങ്ങളുണ്ട്. വലിയ മരം. വളരെ മനോഹരമായൊരു യാത്രയാണ് ഈ സന്ധ്യാനേരം. ഞങ്ങൾ 2 സുഹൃത്തുക്കൾ നമ്മുടെ ഓർമ്മകളും അല്ലെങ്കിൽ ഇനിയൊരു ജീവിതത്തിൻ്റെ വലിയൊരു പ്രതീക്ഷകളും ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടുള്ളൊരു യാത്ര. ഇതൊക്കെ നമുക്ക് കിട്ടുമോ? ഈ വർഷം അത് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ വർഷം തിരഞ്ഞെടുത്തതാണത്. ഒരു പക്ഷെ ഒറ്റ വിളിയിൽ ഓടിയെത്തുകയും 2 പേരും സമന്വയിച്ചുകൊണ്ട് യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ സമയം. ഇനിയിപ്പോൾ അടുത്തോടെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ മക്കളുടെ നിയന്ത്രണത്തിലാവും. ചിലപ്പോൾ നമുക്കൊന്നും കടന്നു പോകാൻ അറിയില്ല. അവൻ വളരെ മനോഹരമായി വണ്ടി ഓടിക്കുന്ന ആളാണ്. 7 പേര് ഉൾക്കൊള്ളുന്ന ഇന്നോവ, 7+1 എന്ന രീതിയിൽ ഇന്നോവയിലാണ് യാത്ര. അവൻ്റെ വണ്ടിയാണ്. അവനിങ്ങനെ കാല് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ സൈഡിലിരുന്ന് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. ഈറ്റക്കാട്ടിൽ ഉണ്ടാ. ഞങ്ങളിതൊക്കെ കുറേ കണ്ടാലേ അറിയുള്ളൂ. നമ്മൾ എത്ര വീഡിയോ കണ്ടാലും അത് ആസ്വദിക്കുമ്പോൾ ആ ഒരു 2 മിനിറ്റ് നമുക്ക് നിർത്തിയിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൈലൻ്റായ സംഭവം പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവം, AC വെക്കുന്നേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു തണുപ്പ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറും. ഇവിടുത്തെ അരുവികളെക്കുറിച്ച് പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുവികളൊക്കെ ഈ മരുന്ന് വാഹിനികളാണ് ശരിക്കും. ഈ വേരുകളും പച്ചപ്പടർപ്പുകളും വള്ളികളിലേക്ക് ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന വെള്ളം പല കല്ലുകളിലിടിച്ച് പലതൊക്കെ എന്താ പറയുക അലിഞ്ഞു ചേർന്ന് ഈ വെള്ളത്തിന് കട്ടി കൂടും. കാട്ടുവെള്ളത്തിന് കട്ടി കൂടുന്നാണ് പറയുക. കാട്ടിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് കട്ടി കൂടും. അതാണ് നാട്ടിലെ വെള്ളത്തിന് ഈ വെള്ളത്തിൽ ചാടിയവർക്ക് പെട്ടെന്നൊക്കെ ജലദോഷം വരിക. പക്ഷേ ഈ വെള്ളത്തിലൊന്ന് കുളിച്ചാൽ, മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. ഡെയിലി ശബരിമലയിലൊക്കെ പോകുന്നവരുടെയൊക്കെ കുറച്ച് കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക്. അവരൊക്കെ ആ ഒരു പ്രദേശത്തുള്ളവരുടെയൊക്കെ ആരോഗ്യം നോക്കിയാൽ അറിയാം. അവർ വെളുത്തവരായിരിക്കില്ല. ഇരു നിറമുള്ള ആളുകളൊക്കെ അവരുടെ ശരീരം ഭയങ്കര ആരോഗ്യമാണ്. അവർ ആശുപത്രിയൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ട് തെക്കോട്ട് സൈഡിൽ നിങ്ങൾ ആശുപത്രി ശ്രദ്ധിച്ചാലും അറിയാം, ചുമ്മാ ഒരു ക്ലിനിക്കുകളായിരിക്കും. പിന്നെ ഉള്ളത് വലിയ ആശുപത്രികൾ. അങ്ങനെ മറ്റുള്ള എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു ഡോക്ടറിനെയാവും എല്ലാവരും ചികിത്സിക്കുക. ഇത് പുളിയിലപ്പാറ എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടികൾ കുറേ കാത്തു കിടക്കുന്നുണ്ട്. പെരിങ്ങൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇവിടെയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഇവിടെയാണ്. നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. യാത്ര. അവിടെ ചെറിയ കടകളേ ഉള്ളൂ.
ഇതൊക്കെ നാടൻ ആളുകളാണ്. നാടൻ ആളുകൾ മനുഷ്യ പറഞ്ഞു വർക്ക് ഇൻ പ്രോഗ്രസ്, ജോലി റോഡ് നന്നാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഇത് ഇടിഞ്ഞു പോയതാണ്, കഴിഞ്ഞതിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട്.